ഇനി നോക്കാം കാർഷിക വാർത്തകൾ. പാചക എണ്ണ വിലയിലെ ഇടിവ് വെളിച്ചെണ്ണയ്ക്കും വെല്ലുവിളിയായി. റബ്ബർ വരവ് ചുരുങ്ങി, ജാതിക്ക ഡിമാൻഡ് ഉയർന്നു തുടങ്ങി. കേരളത്തിലും തമിഴ്നാട്ടിലും വെളിച്ചെണ്ണ വില ഒരാഴ്ചയായി സ്റ്റഡി നിലവാരത്തിലാണ്. അതേസമയം കൊപ്രക്ഷാമം മുൻനിർത്തി തമിഴ്നാട്ടിലെ മില്ലുകാർ കൂടിയ വിലയ്ക്കും ചരക്ക് സംഭരിക്കുന്നുണ്ട്. പ്രാദേശിക ഡിമാൻഡ് വെളിച്ചെണ്ണയ്ക്ക് ഉയരാഞ്ഞത് കാങ്കയത്തെ വൻകിട മില്ലുകാരെ സമ്മർദ്ദത്തിലാക്കി. വിദേശ പാചക എണ്ണ വിലകൾ താഴ്ന്നു നിൽക്കുന്നത് വെളിച്ചെണ്ണയുടെ കുതിപ്പിന് തടസ്സമായി. കൊച്ചി, കോട്ടയം വിപണികളിൽ റബ്ബർ വരവ് കുറഞ്ഞ അളവിൽ മാത്രമെങ്കിലും വില ഉയർത്തി ഷീറ്റ് സംഭരിക്കാൻ ടയർ മേഖലയും ഉത്തരേന്ത്യൻ ചെറുകിട വ്യാപാരികളും തയ്യാറായില്ല. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ ക്വിന്റലിന് 18,300 രൂപയിലും 5ാം ഗ്രേഡ് 18,000 രൂപയിലുമാണ് ഇടപാടുകൾ നടക്കുന്നത്. ജാതിക്ക ശേഖരിക്കാൻ ആഭ്യന്തര വ്യാപാരികൾക്കൊപ്പം വ്യവസായികളും കയറ്റുമതിക്കാരും നീക്കം തുടങ്ങി. ശൈത്യകാലമായതിനാൽ മികച്ച ഇനം കായകൾ സംഭരിച്ചാൽ കൂടുതൽ ലാഭമെന്നാണ് വിലയിരുത്തൽ. കാലടി, പെരുമ്പാവൂർ വിപണികളിൽ ലഭിക്കുന്നതിലും ഉയർന്ന വില ഹൈറേഞ്ച് ജാതിക്ക, ജാതിപത്രിയിലും ലഭ്യമാണ്. കാലടിയിൽ ജാതിക്ക തൊണ്ടൻ കിലോ 280 രൂപയിലും ഹൈറേഞ്ചിൽ 360 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ജാതിപ്പരിപ്പ് മധ്യ കേരളത്തിൽ കിലോ 610 രൂപ വരെ കയറിയപ്പോൾ ഹൈറേഞ്ച് ജാതിപ്പരിപ്പ് കിലോ 680 രൂപയ്ക്ക് ശേഖരിക്കാൻ വാങ്ങലുകാർ രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ വർധനവ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 17% വളർച്ചയാണ് നേടിയത്. US തീരുവകളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി 17% വളർച്ച നേടി. ഏതാണ്ട് $3,974 മില്യൺ കയറ്റുമതിയാണ് ഇക്കാലയളവിൽ ഇന്ത്യയിൽ നിന്നുണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് $3,385 മില്യൺ ആയിരുന്നു. സെപ്റ്റംബറിൽ മാത്രം കയറ്റുമതി 23.4% ഉയർന്ന് $781.02 മില്യൺ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് $632.70 മില്യൺ ആയിരുന്നുവെന്ന് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. യൂറോപ്പ്, തെക്കുകിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപഭോക്താക്കൾ ഉയർന്ന പ്രോട്ടീൻ ഓപ്ഷനുകൾ തേടുന്നതിനാൽ ചെമ്മീൻ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദ്രോൽപ്പന്ന കയറ്റുമതി രാജ്യം US ആണ്. പക്ഷേ US-ലേക്കുള്ള വലിയ ഗ്രേഡുകൾ US ഇതര വിപണികളിൽ ഇഷ്ടപ്പെടുന്ന ഇടത്തരം വലിപ്പമുള്ള ചെമ്മീനിലാണ് കർഷകർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബംഗ്ലാദേശിന് $1 ബില്യൺ സോയാബീൻ കയറ്റുമതി നീക്കവുമായി അമേരിക്ക. ഇന്ത്യയുടെ സോയാബീൻ കയറ്റുമതിക്ക് തിരിച്ചടിയാവുന്നതാണ് അമേരിക്കയുടെ ഈ നടപടി. ബംഗ്ലാദേശിന് $1 മില്യൺ മൂല്യം വരുന്ന സോയാബീൻ വിൽക്കാനുള്ള അമേരിക്കയുടെ നീക്കം അയൽ രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ സോയാബീൻ കയറ്റുമതിയെ ബാധിക്കും. നിലവിൽ ഇന്ത്യയിലെ കയറ്റുമതിക്കാർ കടുത്ത മാന്ദ്യത്തിലാണ് മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ തിരിച്ചടി നഷ്ടത്തിന്റെ ആക്കം കൂട്ടുമെന്ന ആശങ്കയിലാണ് കയറ്റുമതിക്കാർ. ഇന്ത്യൻ സോയാബീനിന്റെ ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ബംഗ്ലാദേശ്. അമേരിക്ക സോയാബീൻ നൽകുന്നതോടെ ബംഗ്ലാദേശിന് സ്വന്തമായി സോയാബീൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനിതക മാറ്റം വരുത്തിയതിനാൽ ഇന്ത്യൻ സോയാബീൻ ആഗോള വിപണികളിൽ വില കൂടുതലാണ്. ഇറാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉപഭോഗം കുറഞ്ഞത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൗൾട്രി ഇന്ത്യ എക്സ്പോ 2025 നവംബർ 26 മുതൽ ഹൈദരാബാദിൽ നടക്കും. കോഴി വളർത്തൽ വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ചയാകും. ഇന്ത്യൻ പൗൾട്രി ഉപകരണ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ നവംബർ 26 മുതൽ 28 വരെ ഹൈദരാബാദിൽ പൗൾട്രി ഇന്ത്യ എക്സ്പോ 2025 സംഘടിപ്പിക്കുന്നു. എക്സ്പോയുടെ 17ാമത് പതിപ്പാണ് നടക്കാനിരിക്കുന്നത്. മധാപൂരിലെ ഹൈടെക്സ് എക്സ്പോ ഫെസിലിറ്റിയിൽ 3 ദിവസത്തെ പരിപാടി തെലങ്കാന മുഖ്യമന്ത്രി A. രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. കോഴി വളർത്തൽ വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു ദിവസത്തെ പൗൾട്രി നോളജ് ഡേ അസോസിയേഷൻ സംഘടിപ്പിക്കും. ഉപകരണ നിർമ്മാണം, പ്രജനനം, മുട്ട ഉൽപ്പാദനം, കോഴി പോഷകാഹാരം, മൃഗാരോഗ്യം, ആഗോള കോഴി ഉൽപ്പാദനം എന്നീ മേഖലകളിലുള്ള കമ്പനികളുടെയും വിതരണക്കാരുടെയും വിവരങ്ങൾ എക്സ്പോയിൽ ശേഖരിക്കും. കൂടുകളുടെയും തീറ്റയുടെയും പ്രാധാന്യമുൾപ്പെടെ കോഴി വളർത്തലിലെ ഗവേഷണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ എന്നിവയിലെ ഏറ്റവും പുതിയ പുരോഗതികളും ശാസ്ത്രീയ ഫോറം, പരിശീലനം, കരിയർ സാധ്യതകൾ എന്നിവയിലൂടെ കോഴി വ്യവസായത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സാധ്യതകളും എക്സ്പോയിൽ ചർച്ചയാകും. ദക്ഷിണേന്ത്യയിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ എക്സ്പോയാണിത്. ഏകദേശം 35 രാജ്യങ്ങളിൽ നിന്നുള്ള 45,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം
RSS 4 184, RSS 5 180, ലാറ്റക്സ് 122, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,000, കുരുമുളക് അൺഗാർബിൾ 68,000, ഏലക്ക 2300 മുതൽ 2400 വരെ, വെളിച്ചെണ്ണ 35,700, കൊപ്ര 22,050, ചുക്ക് 24,000.